ശ്രീ ബേബി പനച്ചൂരിൻ്റെ പഴയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥ. കശാപ്പുമാട് കഥ പറയുന്നു. നിങ്ങൾക്ക് ഞാൻ അപരിചിതനാണ്. വീട് ഇവിടെയല്ല, പാണ്ടിയാണ്. എൻ്റെ അമ്മ കണ്ണമ്മ ഒരു ധനവാന്റെ വീട്ടിലുണ്ട്. അദ്ദേഹം മിക്കപ്പോഴും സർക്കീട്ടിലായിരിക്കും. വല്ലപ്പോഴുമേ ഞങ്ങളെ സന്ദർശിക്കാറുള്ളൂ. തടിച്ചു കൊഴുത്ത വേലക്കാർ കഞ്ഞിയും കാടിയും അമ്മയ്ക്ക് കൊടുക്കും. അമ്മ എനിക്ക് വേണ്ടി പാല് ചുരത്തിത്തരുമ്പോൾ അവരെന്നെ ബലമായി മരത്തിലേക്ക് വലിച്ചു കെട്ടും. സ്വന്തം കുഞ്ഞിനെ ഊട്ടാൻ ചുരത്തിയ പാൽ ഒരു തുള്ളിപോലും ശേഷിക്കാതെ അവർ കറന്നെടുക്കും. വീണ്ടും വീണ്ടും കുടിക്കാൻ ഞാൻ ആയുമ്പോൾ കറവക്കാരൻ്റെ കരുത്തുള്ള കൈകൾ എൻ്റെ മൂക്കടങ്കം വീഴും. അതു കാണുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയും. പറയാനൊക്കുമോ? പോട്ടെ മോനെ എന്ന് നാക്കുകൊണ്ട് നക്കി എന്നെ സമാധാനിപ്പിക്കും. ക്രമേണ അമ്മയ്ക്ക് കൊടുക്കുന്നതിൻ്റെ പങ്ക് എന്നെയും കുടിപ്പിക്കും. കഞ്ഞിവെള്ളം കോരി കുടിച്ചു തവള പോലെ വയറ് ചാടിയിരിക്കുന്നത് അതാണ്. പുല്ലും കച്ചിയും ഇടയ്ക്കിടയ്ക്ക് നല്ല തല്ലും തട്ടും കിട്ടും. കാളക്കിടാവ് തള്ളയ്ക്ക് ഒന്നും കൊടുത്തില്ല. അവരെന്നെ ദൂരേക്ക് മാറ്റിക്കെട്ടി. 2 വയസ്സായപ്പോൾ അവരെൻ്റെ മൂക്ക് തുളച്ചു. പട്ടി പോലെ ഞാൻ അവരുടെ പുറകെ നടന്നു. ദാമ്പത്യം എന്തെന്നറിയുന്നതിന് മുമ്പേ അവരെൻ്റെ ബീജവൃഷണങ്ങൾ ഉടച്ചു കളഞ്ഞു. ഞാൻ അനുഭവിച്ച പ്രാണവേദന പറയാനാവില്ല. ഞാൻ ഷണ്ടനായി. എൻ്റെ തുടയിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് വെച്ച് പൊള്ളിച്ചു. അത് കരിയും മുമ്പേ എന്നെ നുകത്തിൽ കെട്ടി. അടിയും ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ ഇടവും വലവും വളവും തിരിവും പഠിച്ചു. എന്ന് പറഞ്ഞാൽ വളയണം. മൃഗത്തിൻ്റെ സ്റ്റിയറിംഗ് മനുഷ്യൻ്റെ നാവിലാണ്. മരം കോച്ചുന്ന കൊച്ചു വെളുപ്പാൻ കാലത്ത് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകും. പാറ പൊട്ടുന്ന വെയിലും കൊണ്ട് ഞാൻ നിലം കീറി വരഞ്ഞു. ഉഴവുചാല് തീർന്നപ്പോൾ ചപ്പും ചള്ളയും വലിച്ചു. ദാഹവും ക്ഷീണവും കൊണ്ട് നാവ് വെളിയിലേക്ക് തള്ളി നുരയും പതയും കാട്ടിയപ്പോഴും നാക്കെടുക്കാവുന്ന ബുദ്ധിജീവി അലറി, നടയടാ മുന്നോട്ട്. പുറകേ ചാട്ടയുടെ ഠേ ഠേ അടിക്കൊണ്ട് ഞെരിപിരി കൊണ്ട് ഞാൻ വലഞ്ഞു നടന്നു. വയറിളകി കാലുവഴി കുലുകുലാ തൂറ്റി. നല്ലവനായ മനുഷ്യന് എൻ്റെ പ്രയത്നവും ശരീരവും പോരാ, ചാണകവും നെല്ലും ധനവും വളരാൻ. ഞാൻ വെള്ളം വലിച്ചു മുന്നോട്ടും പുറകോട്ടും നീങ്ങി. വട്ടത്തിൽ കറങ്ങാൻ പഠിച്ചു. എത്ര ചാരം, ചാണകം, ചവറ്, ഓലക്കെട്ടുകൾ, കല്ല്, തടി, ചുക്ക്, കൊപ്ര, കുരുമുളക് എന്നു വേണ്ട റേഷൻ അരിവരെ ചുമന്നവനാണ് ഞാൻ. ഞങ്ങളുടെ വരവും കാത്ത് കുട്ടയും കാർഡുമായി എത്ര പേർ കടയിൽ കാത്തിരിക്കുമെന്നോ. പാവങ്ങൾക്കുള്ള പച്ചരി ചുമട്ടുകാരാണ് ഞങ്ങൾ. കച്ചിയും പിണ്ണാക്കും കരുപ്പെട്ടി മേമ്പടി ചേർത്ത വെള്ളവും ജീവിക്കാൻ വേണ്ടി അതെല്ലാം കഴിച്ചു. എൻ്റെ ശേഷി കുറഞ്ഞപ്പോൾ ആ ഉടമസ്ഥൻ എന്നെ വിറ്റു. അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി ഹിമ്മ എന്നു വാവിട്ടു കരഞ്ഞു. പക്ഷെ ആരു കേൾക്കാൻ? സ്വന്തം കുഞ്ഞുങ്ങളെ കാണാഞ്ഞാൽ നെഞ്ചത്തടിച്ചു കരയുന്ന ഈ മിണ്ടാപ്രാണിയുടെ വിളി ശ്രദ്ധിക്കുമോ? കച്ചിയും പിണ്ണാക്കും കരുപ്പെട്ടി മേമ്പടി ചേർത്ത വെള്ളവും ജീവിക്കാൻ വേണ്ടി അതെല്ലാം കഴിച്ചു. എൻ്റെ ശേഷി കുറഞ്ഞപ്പോൾ ആ ഉടമസ്ഥൻ എന്നെ വിറ്റു. അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി ഹിമ്മ എന്നു വാവിട്ടു കരഞ്ഞു. പക്ഷെ ആരു കേൾക്കാൻ? സ്വന്തം കുഞ്ഞുങ്ങളെ കാണാഞ്ഞാൽ നെഞ്ചത്തടിച്ചു കരയുന്ന ഈ മിണ്ടാപ്രാണിയുടെ വിളി ശ്രദ്ധിക്കുമോ? ദൂരെ കുട്ടിക്കാടുകളിൽ തല്ലിയും അടിച്ചും അവരെന്നെ കൊണ്ടുപോകുമ്പോഴും അമ്മയുടെ ഹിമ്മ വിളി കേൾക്കാമായിരുന്നു. നടന്ന് വശം കെട്ടപ്പോൾ ഞാൻ വീണുപോയി. കള്ളൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അവരെൻ്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടി ഞാൻ ചാടി എഴുന്നേറ്റു. വലിഞ്ഞും ഇഴഞ്ഞും നടന്നു. ദൂരെ കുട്ടിക്കാടുകളിൽ തല്ലിയും അടിച്ചും അവരെന്നെ കൊണ്ടുപോകുമ്പോഴും അമ്മയുടെ ഹിമ്മ വിളി കേൾക്കാമായിരുന്നു. നടന്ന് വശം കെട്ടപ്പോൾ ഞാൻ വീണുപോയി. കള്ളൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അവരെൻ്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. ശ്വാസം മുട്ടി ഞാൻ ചാടി എഴുന്നേറ്റു. വലിഞ്ഞും ഇഴഞ്ഞും നടന്നു. ഒരു നാട്ടിൻ പുറത്തെത്തി. ആ ദല്ലാളന്മാര് എന്നെ കൈമാറി. പിന്നീട് ഒരു ചെറിയ വീട്ടിലാണ് ഞാൻ ചെന്നത്. ഉടമസ്ഥന് ഒരു കാളവണ്ടിയുണ്ട്.
ഒറ്റ കാളയെ കെട്ടാവുന്നത്. 7 മക്കളും ഭാര്യയുമുള്ള കുടുംബം ആ വണ്ടി കൊണ്ട് കഴിയണം. ദാരിദ്ര്യത്തിൻ്റെ കൂടാണത്. ഘടാ 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 എന്നാണ് ആടിനിറങ്ങിക്കൊണ്ട് ആ വീട് മുന്നോട്ടു പോകും. എന്തു കിട്ടിയാലും മതിയാവില്ല. അവരുടെ ചിലവ് കഴിഞ്ഞ് 2 അണയുടെ കച്ചി പോലും എനിക്ക് കിട്ടില്ല. പക്ഷേ കപ്പത്തൊലിയും ഇലയും കരിമ്പോലെയും ധാരാളം കിട്ടും. തല്ലുമടിയും കുറവാണ്. വല്ലപ്പോഴും എന്നെ കുളിപ്പിക്കും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കപ്പയില തിന്നു ഞാൻ മടുത്തു. പ്രകൃതി ഒന്നു മാറി. കാറ്റും മഴയും ഇടിയും മിന്നലുമായി. ജോലി കുറഞ്ഞു. കിടക്കുന്നത് മുട്ടോളം ചെളിയിലാണ്. തണുപ്പ്. തീറ്റയില്ല. ഞാൻ ക്ഷീണിച്ചു. ശരീരത്തിൽ അങ്ങിങ്ങായി പുഴുക്കടി പൊട്ടി. വാദം പിടികൂടി. ഒരു കാലനങ്ങത്തില്ല. മടങ്ങിയാൽ നിവരത്തില്ല. ചിലപ്പോഴൊക്കെ വേപ്പെണ്ണ തടവിക്കൊണ്ട് ആ മനുഷ്യൻ പറയും, മോനെ, എൻ്റെ പൊന്നമ്മേ, ആരുടെ കൂടെയെങ്കിലും പറഞ്ഞയച്ചിട്ടേ നീ പോകാവൂ. ആ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്നും യാതനയുടെ മുത്തുമണികൾ ഉതിർന്നു വീണു. അത് കണ്ടപ്പോൾ മൃഗമാണെങ്കിലും ചാടി എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. പക്ഷേ വേച്ച് വേച്ച് വീണുപോയി. അദ്ദേഹം എന്നെ താങ്ങി നിർത്തി. ചൂട് കിഴിയുന്നി പഞ്ഞ. കർക്കിടക മാസത്തിലെ ദാരിദ്ര്യം. ഞാനും തൊഴിലില്ലാത്ത ഒരംഗമാണ്. വെച്ച കന്നിയിൽ നിന്നും 5-6 വെട്ടും ചൂടുവെള്ളവും എനിക്കും കിട്ടും. ഒരു ദിവസം മനസ്സില്ലാ മനസ്സോടെ എന്നെ അഴിച്ചു കുളിപ്പിച്ച് കുറേ ചൂടുവെള്ളവും തവിടും തന്നു. എണ്ണയിട്ട് തടവി. ഒരു കുറ്റിക്കോലും ഇച്ചിരി കച്ചിയും കയ്യിലെടുത്തു. കുത്തു മഴ. അദ്ദേഹം ഒരു വാഴ ഇലവെട്ടി നനയാതെ പിടിച്ചു. ഞാൻ പിന്നാലെ നനഞ്ഞു നടന്നു. നടന്നും കിടന്നും ഒടുവിൽ കണ്ണാട്ടുമോടി ചന്തയിലെത്തി. പലരും എന്നെ കണ്ടിട്ട് മുഖം ചുളിച്ച് കടന്നുപോയി. ഉടമസ്ഥന്റെ ഭാര്യയ്ക്കും മക്കൾക്കും സുഖമില്ല. മരുന്ന് വാങ്ങണം, അരി വാങ്ങണം. ഉപ്പു മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ പദ്ധതികളും അതിലുണ്ട്. നേരം സന്ധ്യയോടടുത്തു. ആരും വരുന്നില്ല. ഉടമസ്ഥൻ എന്നെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ട് ദൂരേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 പേർ വന്നു. കൂടെ ഉടമസ്ഥനും. അവരെൻ്റെ മുതുകലിനെ പിടിച്ച് ഒന്ന് പൊക്കി. 10 കിലോ തികച്ചില്ല. മുഴുവൻ എല്ലും മുട്ടവും. ഇതിനെന്തോ തരാനാണ്. വെട്ടുവാദം, പുഴുക്കടി എന്നുവേണ്ട എല്ലാം കൊണ്ടും എല്ലാണിത്. പോട്ടെ, എന്തുമാകട്ടെ, 15 വാങ്ങിച്ചോ. ഉടമസ്ഥൻ അനക്കമില്ലാതെ അല്പനേരം നിന്നു. അവർ നടന്നു തുടങ്ങി. ദേ, ഒന്ന് നിൽക്കണേ, 1 രൂപ കൂടെ. വേണ്ടടോ, വേണ്ട. താൻ കഴുത്തേൽ കെട്ടിയിട്ടുകൊണ്ട് നട. 1 8 കൂടെ ഇല്ല. അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ 15 എണ്ണി വാങ്ങി. എൻ്റെ കഴുത്തിൽ നിന്നും കയറെടുക്കുമ്പോൾ മോനെ, ബാക്കി വാക്കുകൾ വന്നില്ല. 5-6 തള്ളി ചൂടുവെള്ളം എൻ്റെ കഴുത്തിലേക്ക് ഇറ്റിറ്റ് വീണു. മതിയടാ ഒരു പുന്നാരം. അവരെൻ്റെ കഴുത്തിൽ കൊലക്കയറിട്ടു. ഞാൻ തിരിഞ്ഞു നോക്കി. അദ്ദേഹം എന്നെ തന്നെ നോക്കുകയായിരുന്നു. മുതുകിൽ 2 ഇടി. നടകാളെ. വീടും കാടും കുന്നും കൂഴിയും താണ്ടി നടന്ന് ഞാൻ കുഴഞ്ഞു വീണു. രക്ഷയില്ല. അവരെന്തരെ മൂക്കിൽ മുളകുപൊടിയിട്ടു. വാല് കുത്തിയൊടിച്ചു. ഞാൻ ചാടി എണീറ്റു. കൂടെയുള്ള ഒരു മച്ചിപ്പശുവിൻ്റെ കഴുത്തേൽ എന്നേയും ബന്ധിച്ചു. മരണത്തിൻ്റെ വായിലേക്ക് വേച്ചും വിറച്ചും ഞാനും അവളും നടന്നു. ചാട്ടയുടെ അടികൊണ്ട് ശരീരം മുഴുവൻ രക്തമൊലിച്ചിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കടൽ തീരത്തിനടുത്തുള്ള റോഡിലെത്തി. ഞങ്ങളെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് അവരടുത്തുള്ള ചായക്കടയിൽ കയറി. അപ്പോഴേക്കും ഞങ്ങൾ ഓടയിലെ അഴുക്ക് ചാലിൽ നിന്നും അന്ത്യദാഹം തീർത്തു ഒന്ന് കിടന്നു. കുടലും പണ്ടവും വെന്തെരിയുന്ന വേദന. അടുത്ത ദിവസം ഭാഗ്യവാന്മാരുടെ മാർബിൾ മേശമേൽ അണിഞ്ഞൊരുങ്ങേണ്ട ഞങ്ങളുടെ പകുതി വേവ് ഇപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. നാക്കെടുക്കാവുന്ന മനുഷ്യ, എന്റെയും സമയമടുത്തു. അതാ കയറുമായി യമകിങ്കരന്മാർ വരുന്നു. കൂർത്തു മൂർച്ചയുള്ള കത്തികൾ ഇര കണ്ട വ്യാഘ്രം പോലെ ഞങ്ങളെ കണ്ട് അലറിച്ചിരിക്കുന്നു. ഹമമ, ഹിമ്മ, ഘർ ഘർ.
സ്ഫടികപാത്രത്തിൽ നിന്നും കയ്യിലെടുത്ത് ഒന്ന് ഞെക്കിയപ്പോൾ പിടിവിട്ട് തെറിച്ചുപോയ മാംസകഷ്ണത്തിലേക്ക് അയാൾ നോക്കി. അതിൻ്റെ പുറം രോമാവ്യതമായി തോന്നി. അത് ചോദിച്ചു, എന്നെ അറിയുമോ? അങ്ങേക്കും കുഞ്ഞുങ്ങൾക്കും പാലു തരുന്ന കണ്ണമ്മയുടെ മകൻ കണ്ണൻ. വെണ്മയായി അലക്കിയ വസ്ത്രത്തിൽ തെറിച്ചു വീണ ഇറച്ചിക്കറിയുടെ ചാറ് കണ്ണന്റെ ചീറ്റി വീണ രക്തത്തുള്ളികളായി അയാൾക്ക് തോന്നി.